ഒരു പ്രവാചക പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന വിവരമറിഞ്ഞു. അവള് ചില സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. 3 ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ. അല്ല, 3 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങള് ബാനർ എഴുതും കേട്ടോ. അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ലോകത്ത് അറിയപ്പെട്ട കളവ് പ്രചരിപ്പിക്കുന്നവരും ഒന്നിനും പറ്റാത്ത തരം താഴ്ന്ന കുടുംബമാണെന്ന് ഞങ്ങൾ കഅബയുടെ മുകളിൽ ബാനർ എഴുതും, പോസ്റ്റർ എഴുതും എന്ന് പറഞ്ഞിട്ട് അബൂജഹൽ അങ്ങ് ആക്രോശിക്കുന്നു. ഇത് കേട്ടപ്പോ കുറെയൊക്കെ നിഷേധിക്കാൻ നോക്കി. ആര്? അബ്ബാസ്. കാരണം എന്താ? ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് വലീദിന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇത് എങ്ങനെ അറിഞ്ഞു? മാത്രമല്ല, കുടുംബത്ത് ചെന്നാൽ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്ഷേപമുണ്ടാകും. ഞാൻ ഇതൊരാളോടും പറയില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ. സഹി കെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലെത്തിയപ്പോ വീട്ടുകാരുടെ സമ്മർദ്ദങ്ങൾ, വീട്ടുകാരിൽ നിന്ന് വല്ലാത്ത ശകാരമുണ്ടായി. ആ ശകാരം കേൾക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടു. അവിടെന്ന് പറഞ്ഞു, ഞാനങ്ങ് പറഞ്ഞുപോയി, ഞാൻ ഇനി എങ്ങാനും അബൂജഹൽ ഇത് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിന്റെ പേരിൽ അവനെ ഞാൻ കൊന്നുകളയും കേട്ടോ. അബൂജഹൽ ഇനിയെങ്ങാനും ഈ ആക്ഷേപം നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ അബൂജഹൽ കഅബക്ക് ചാരിയിട്ടിരിക്കുന്നുണ്ട്. അബ്ബാസ് തങ്ങളുടെ വരവ് കണ്ടപ്പോ അബൂജഹൽ കഅബക്കുള്ളിൽ കയറി ഒളിക്കുകയാണ്. കഅബക്കുള്ളിലേക്ക് അബ്ബാസ് തങ്ങൾ കയറിയപ്പോ കഅബന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടി അബൂജഹൽ ഓടുകയാണ്. എന്തേ കാരണം? കാരണം ഇന്നലെ അബ്ബാസിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത് വല്ലാതെ ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് അബ്ബാസിന്റെ വരവ് എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ 2 പേരും ഇങ്ങനെ ഓടി പിന്നാലെ ഓടുന്നതിന്റെ ഇടയിൽ അതാ കുതിരപ്പുറത്തൊരാള് വരുന്നു. അയാൾ ആരാണ്? നേരത്തെ അബൂ സുഫിയാൻ പറഞ്ഞു വിട്ട ലംലമാണ് വരുന്നത്. അയാൾ ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്, ഓ ഖുറൈശികളെ, നിങ്ങളെ സമ്പത്ത് മുഹമ്മദും അനുയായികളും കൊള്ളയടിച്ചു അബൂ സുഫിയാനെയും സംഘത്തെയും അതാ മർദ്ദിച്ച് അവശനാക്കി കളഞ്ഞു. ഈ ഒരു കളവാണ് സത്യത്തിൽ ആദ്യം മക്കയിൽ പ്രചരിച്ചത്. ഇതൊരു വല്ലാത്ത കളവാണ് അല്ലേ? ഇതൊരു വല്ലാത്ത കളവാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ, അവിടുത്തെ അനുയായികൾ ഇവരെ കണ്ടിട്ട് പോലുമില്ല. അബൂ സുഫിയാൻ എടുത്ത ഒരു തന്ത്രമായിരുന്നു ഇത്. ഈ തന്ത്രം സത്യത്തിൽ വിജയിക്കുകയാണ്. കാരണം ഇയാൾക്ക് 20 മിസ്കാല് കാശ് സ്വർണം കിട്ടിയിട്ടുണ്ട്. അത് ഇയാൾ ഫലപ്പെടുത്തണം. ഇയാളെ വേഷം നോക്കുമ്പോ ഇയാളെ ഡ്രസ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കീറിയിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ സാധാരണ ഒട്ടകക്കട്ടിൽ കിടക്കുന്നതിന് മാറ്റമായി കിടക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ മൂക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അക്രമകാരികളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരാളുടെ പ്രതീതിയായി ഈ ശത്രുക്കളായ ആളുകളിൽ നിന്ന് സലാമത്ത് കിട്ടിയ ഒരാള് വന്ന് പറയുന്നത് പോലെ ഖുറൈശികൾക്ക് തോന്നുകയാണ്. ഇതിന്റെ കേട്ടോക്കുമ്പോ അതുവരെ അബ്ബാസും അബൂജഹലും തമ്മിലുള്ള ഈ പ്രശ്നം അവിടെ അവസാനിച്ചു. അവര് പിന്നെ അതൊക്കെ മറന്നു. അബൂജഹലിന്റെ പ്രഖ്യാപനം, നമുക്ക് പുറപ്പെടണം. കണ്ടോ, ആതികാ ബീവിയുടെ സ്വപ്നം പൂവണിയുകയാണ്. അത് പുലരുകയാണ്, പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അബൂജഹൽ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി. പക്ഷേ അബൂലഹബിനറിയാം ആതിക കാണുന്നതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടാവുമല്ലോ. ആതിക കണ്ടേല് എന്തെങ്കിലും ഒരു സത്യം ഇല്ലാതിരിക്കൂല എന്ന് കരുതിയിട്ട് അബൂലഹബ് ആദ്യം തന്നെ പറഞ്ഞു, ഞാനില്ലട്ടോ. പക്ഷേ അബൂലഹബിനെ നിർബന്ധിപ്പിച്ചപ്പോ അബൂലഹബിന് ആരോ 4000 ദീനാറ് കടം കൊടുക്കാനുണ്ട്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, 4000 ദീനാറ് നീ തരണ്ട, അതെനിക്ക് കൂലിയായിട്ട് തന്നു, എന്റെ പകരൊന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവാണ്. അബൂലഹബ് രക്ഷപ്പെട്ടു.
അബൂലഹബ് രക്ഷപ്പെട്ടു, യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ മരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ആ അബൂലഹബ് പോകുന്നില്ല. അതുപോലെ നല്ല തടിയനായ ഉയരം കുറഞ്ഞ ഒരാളുണ്ട്, മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി അടിച്ച ഉമയ്യത്ത്. അയാളും പോവാൻ കൂട്ടാക്കുന്നില്ല. എന്തേ കാര്യം? അവർക്കും മനസ്സിലായി ഈ സ്വപ്നത്തിൽ എന്തോ പന്തികേടുണ്ട്. മാത്രമല്ല, ഏകദേശം അവിടെയുള്ള നേതാക്കന്മാര് മുഴുവനും അന്നൊരു പരിപാടിയുണ്ട്. നല്ലതിനു വേണ്ടി ഒരു വിഷയത്തിനിറങ്ങുമ്പോ അത് നല്ലതാണോ എന്നറിയാൻ പ്രശ്നക്കോല് വെച്ച് നോക്കുന്ന, ലക്ഷണം നോക്കുന്നൊരു പരിപാടിയുണ്ട്. നമ്മളെ നാട്ടിലില്ലേ തത്തനെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പരിപാടി അല്ലേ? ഒരിക്കലും ചെയ്തുകൂടാ. അത് ഇസ്ലാമികപരമായി യാതൊരു അർത്ഥവുമില്ലാത്തതാണ്. അതുപോലെ ഇത് ഖുറൈശികളുടെ പരിപാടിയായിരുന്നു. ഒരു പ്രാവിനെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ അവരങ്ങോട്ട് മുകളിലേക്ക് പറത്തും. എന്നിട്ടത് വലത് ഭാഗത്തേക്ക് പോയാൽ ആ യാത്ര നല്ലതാണെന്ന് മനസ്സിലാക്കും. ഇടത് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ യാത്ര ശൂന്യമാണ്, ശകുനമാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് അവർ വിലയിരുത്തുക. അഥവാ പ്രശ്നക്കോല് വെച്ചു പ്രശ്നം പരിഹരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരുടെ ലക്ഷണം നോക്കുന്നൊരു പരിപാടിയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ ലക്ഷണം നോക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് പക്ഷികളെ വെച്ചുകൊണ്ട്, തത്തയെ വെച്ചുകൊണ്ട് അങ്ങനെ ലക്ഷണം നോക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളതിൽ നിന്ന് മാറി നിൽക്കണേ. ബദറിന്റെ സന്ദേശമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു പ്രധാനമായ അന്ധവിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറണോ, അനാചാരത്തിൽ നിന്ന് നമ്മൾ മാറണോ. ആ പ്രശ്നം വെക്കുന്ന പക്ഷിയെ വെച്ചുകൊണ്ട് പ്രശ്നം വെച്ചു നോക്കുമ്പോ ആ ഖുറൈശി പ്രമുഖരായ ആളുകൾക്ക് മുഴുവനും കാണാൻ കഴിഞ്ഞത് ഈ യാത്ര അപകടമാണ് കേട്ടോ. ഈ യാത്ര അപകടമാണ്, പോവണ്ട. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്, പോവരുത്. ഇതാണ് ലക്ഷണം വെച്ച് നോക്കിയപ്പോ അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ പലരും ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു. പക്ഷേ അബൂജഹൽ വിടുന്നില്ല. അബൂജഹൽ പറഞ്ഞു, പറ്റൂല. നമ്മുടെ സമ്പത്ത് മുഹമ്മദ് കൊള്ളയടിക്കുകയോ മുഹമ്മദിനങ്ങനെ വളരാൻ അനുവദിച്ചു കൊടുത്താൽ അവന് നമ്മുടെ തലയിൽ കയറുമല്ലോ. സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കണം എന്ന ആ ലക്ഷ്യം ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടി നടക്കുന്ന അബൂജഹലിന് ഒരവസരം മുന്നിൽ വരുന്നു. അല്ലാഹുവിന്റെ ഖളാ നടക്കണോ, അല്ലാഹു തീരുമാനിച്ച കാര്യം അവിടെ നടക്കണോ. ആ കാര്യം നടക്കാൻ വേണ്ടി എല്ലാവരും പിന്തിരിയാനുള്ള മോഹം ലക്ഷണം വെച്ച് നോക്കിയപ്പോഴോ അബൂജഹലിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അബൂജഹൽ അത് ഉൾക്കൊണ്ടില്ല. അങ്ങനെ സമരത്തിനിറങ്ങുകയാണ്, പോരാട്ടത്തിനിറങ്ങുകയാണ്, യുദ്ധത്തിനിറങ്ങുകയാണ്. എങ്ങനെയാണ് പോകുന്ന രംഗം എന്നറിയോ? അവര് പോകുന്നത് ഏകദേശം അവരുടെ കയ്യിൽ 600 ഒട്ടകമുണ്ട്. സ്വഹാബത്തിന്റെ കയ്യിലെത്തണ ആകെ 70 ഒട്ടകമുള്ളത്. നേരെ മറിച്ച് ശത്രുക്കളുടെ ഭാഗത്ത് എത്ര ഒട്ടകമാണോ ഉള്ളത്? യാത്രക്ക് 600 ഒട്ടകമുണ്ട്. സ്വഹാബത്തിന്റെ കയ്യിൽ എത്ര കുതിരയാണുള്ളത്? അവരെ കയ്യിൽ ആകെയുള്ളത് 2 കുതിരയാണ്. ശത്രുക്കളുടെ കയ്യിൽ 70 കുതിരയുണ്ട്. നോക്കണം നിങ്ങൾ. മാത്രമല്ല, ശത്രുക്കളുടെ ഭാഗത്ത് മുസ്ലിങ്ങളുടെ 3 ഇരട്ടി ആളുകളുണ്ട്. ഏകദേശം 950-ന്റെയും 1000-ന്റെയും ഇടയിൽ ആളുകളുണ്ട്. ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ പുറപ്പെടുന്ന സമയം അവർ വേഗത്തിൽ മദീനയിലെത്താൻ, ബദറിലെത്താൻ ഊടുവഴികൾ കണ്ടെത്തിക്കൊണ്ട് പ്രയാസമുള്ള വഴികളൊക്കെ താണ്ടിയിട്ടാ പോകുന്നത്. പോകുന്ന വഴിയിൽ അവരുടെ മുന്നിൽ ഒരു പ്രശ്നം വന്നു.
അവരുടെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടാണ് അവര് പോകുന്നത്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ട് അവര് പോകുന്നത്. അഥവാ ഉള്ളിൽ തന്നെ ആരെങ്കിലും പാരയുണ്ടോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കുകയാണ്. ഒരു പ്രശ്നമാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. കിനാന ഗോത്രത്തിലെ ഒരാളെ ഖുറൈശികൾ ഒരിക്കൽ കൊല ചെയ്തിട്ടുണ്ട്. കിനാന ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ ഖുറൈശികളെ സഹായിക്കുന്നവരാണ്. അവര് റസൂലുള്ളാഹിക്കെതിരാണ്. അവരെ കൂട്ടത്തിൽ ഒരു പ്രായമുള്ള ഒരാളെ, ഒരു നേതാവിനെ ഖുറൈശിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൊന്നു. അപ്പൊ തിരിച്ച് ആ ചെറുപ്പക്കാരനെ കിനാന ഗോത്രക്കാരും കൊന്നു. ആ ദേശത്തിന് ചെറുപ്പക്കാരന്റെ സഹോദരൻ കിനാന ഗോത്രത്തിലെ വേറെ ഒരു നേതാവുണ്ട്, ആമിർ എന്ന് പറഞ്ഞ ആള്. ആ ആമിറിനെ കൊന്നിട്ട് ആമിറിന്റെ വാള് കാബയുടെ മുകളിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു. ആമിറിനെ, കിനാന ഗോത്രത്തിലെ ആമിറിനെ കൊന്നവര് ആ ചെറുപ്പക്കാരനെ കൊന്നതിന്റെ പകരമായിട്ട് ചെറുപ്പക്കാരന്റെ സഹോദരൻ കിനാന ഗോത്രത്തിലെ തലവനായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായ ആമിറിനെ കൊന്നിട്ട് ആമിറിന്റെ വാള് കാബന്റെ മുകളിൽ ഇങ്ങനെ തൂക്കി. അപ്പൊ ഖുറൈശികൾക്ക് മനസ്സിലായി ഇത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ പണിയൊപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രതികാരം കിനാന വിഭാഗം ചെയ്യുമെന്ന് ഉറപ്പാണ്. ചാൻസ് കിട്ടിയാൽ മുഹമ്മദിന്റെ ഒപ്പം നിന്ന് നമ്മെ പകവിട്ടും പ്രതികാരം വിട്ടും എന്നിവര് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന് പോലും പരിഹാരം കാണുകയാണ്. ആരാണ് വരുന്നത്? അവിടെ പ്രത്യക്ഷപ്പെട്ടു വരുന്നത് ഇബ്ലീസുൽ ലഈൻ. അവിടെ ഇബ്ലീസാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താ ഇബ്ലീസ് വന്നിട്ട് പറയണെന്താ? ഇബ്ലീസ് ആരെ കോലത്തിലാ വന്നതെന്നറിയോ? ഈ കിനാന ഗോത്രത്തിൽ വേറെ നേതാവുണ്ട്, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറഞ്ഞ ആള്. അയാളെ കോലത്തിലാ വരുന്നത്. ഇബ്ലീസിന് അങ്ങനെ എല്ലാവരുടെ കോലത്തിലും പ്രത്യക്ഷപ്പെടാൻ പറ്റുമല്ലോ. അങ്ങനെ അയാളെ കോലത്തിലാ വരുന്നത്. എന്നിട്ട് ഇബ്ലീസ് വന്നിട്ട് പറയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ ഈ കാര്യം കൃത്യമായി അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗം ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസ് വഇന്നി ജാറുൽ ലക്കും. ഇബ്ലീസ് വന്ന് പറഞ്ഞത് അതാ. എന്താണ്? ഓ കിനാന ഗോത്രമേ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് സഹായിയായിട്ട് ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. ഞാൻ ആരാന്നറിയോ? മാലിക് ബിൻ സുറാഖത്ത് ബിൻ മാലിക്കാണ്. അതുകൊണ്ട് ഈ സുറാഖത്ത് ബിൻ മാലിക്കാ പറയുന്നത് കിനാന ഗോത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരൂല. ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിയാണ്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ഒരു ദിവസം ഒരാൾക്കും കഴിയില്ല. അല്ലാഹു പറയാണ്, അങ്ങനെ ഫലമ്മാ തറാഅത്തിൽ ഫിഅത്താനി, രണ്ട് വിഭാഗവും അങ്ങ് ഏറ്റുമുട്ടിയപ്പോൾ, സമരരംഗത്തേക്ക് ഇറങ്ങിയപ്പോ, അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് മാലാകമാരുടെ സഹായം ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോ, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ വന്ന ഇയാള് മെല്ലെ പിന്മാറുക, മെല്ലെ കൂട്ടത്തിൽ നിന്ന് പിന്മാറുക. അബൂജഹലിന്റെ സഹോദരന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ കൈ തെറിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. കാരണം എന്താ? ഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. എന്താ പറഞ്ഞത്? മലക്കുകളെ വരവ് ഇബ്ലീസിന് അറിയാലോ. കാരണം ഇബ്ലീസ് കുറെ കാലം ഇവരുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരാളാണ്, അവരുടെ ഉസ്താദായി ജീവിച്ച ആളാണ്. അതുകൊണ്ട് മലക്കുകളുടെ ആ വരവും അവരാണെന്ന് മനസ്സിലാക്കാൻ ഇബ്ലീസിന് യാതൊരു പ്രയാസമല്ല. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നി അഖാഫുല്ലാഹ വല്ലാഹു ശദീദുൽ ഇഖാബ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നുണ്ട്. എന്താ പേടി അല്ലേ? നല്ല ഭക്തിയുള്ള ആള്.